പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ കാണിക്കാൻ പോണത് തക്കാളി വിത്തില്ലാതെ എങ്ങനെ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാം. നമുക്ക് വിത്ത് വേണ്ട, വിത്തില്ലാതെ തന്നെ നമുക്ക് തക്കാളിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെയാണെന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ തൂമ്പ് വന്ന ചെറിയ സ്റ്റെമ്പ്, അത് നമ്മളിത് സാഫിൽ മുക്കിയിട്ടാണ് ഈ കത്തി ഉപയോഗിക്കുന്നത്. സാഫ് പൗഡർ കുമിൾനാശിനിയാണ്. അപ്പോൾ ഫംഗസ് ഒന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രോഡക്റ്റാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. അതില്ലെങ്കിലും ഇത് സംഭവം നടക്കില്ല. ഇത് വെറുതെ ഒരു തൈയും നാശമാവരുതെന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അത് നമ്മൾ മാറ്റി വെക്കാം. ഇത് അധികം വളരാത്ത വലിപ്പമില്ലാത്ത കൊള്ളികളാണ് നമുക്ക് വേണ്ടത്. ഈ ചെറിയ തൂമ്പ് വന്നിട്ടുള്ളത് വളരെ വലുതായാലും നമുക്കത് കുഴിച്ചിടാനൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ വലിയ ചെടിയായിട്ട് മാറിപ്പോവും. നമ്മൾ ചെറിയ ഇതുപോലുള്ള ഇതാണ് എടുക്കുന്നത്. അത് നമ്മൾ ചെടിയിൽ എത്ര ഉണ്ടെങ്കിലും നമ്മളത് കളക്ട് ചെയ്തിട്ട് ഒരൊറ്റ പ്രാവശ്യം നമുക്ക് ഒരുപാട് ചെടി ഉണ്ടാക്കിയെടുക്കാം. ഇത് കണ്ട, ഇതുപോലുള്ള കൊള്ളികളാണ് നമുക്ക് വേണ്ടത്. ചെറിയ ഇതിങ്ങനെ പൊട്ടി വന്നിട്ടുണ്ടാവും. അത് നമ്മൾ തെരഞ്ഞ് പിടിച്ച് നമ്മളത് വേർതിരിച്ചെടുക്കാൻ ആണ് വേണ്ടത്. ഇതിൽ പുതിയതിങ്ങനെ ഉണ്ടാവണമല്ലോ. അപ്പോൾ ഇതിമ ഇപ്പോൾ അത്ര കൂടുതലായിട്ടൊന്നുമില്ല. നമുക്ക് ഉണ്ടാവണവർക്ക് നമുക്ക് വീണ്ടും ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഇതിലൊക്കെ കായ വരുന്നുണ്ട് കേട്ടോ. ചെറിയ ഇതാണ് വരുന്നത്. അപ്പോൾ തൽക്കാലം നമുക്ക് 3 ഇതാണ് തണ്ടാണ് കിട്ടിയിട്ടുള്ളത്. അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മളിത് ആദ്യം എന്ത് ചെയ്ത് ഇതിൻ്റെ സൈഡുകളൊക്കെ കട്ട് ചെയ്ത് ലെവലാക്കിയെടുക്കുക. അതൊക്കെ ക്ലിയറായിട്ട് കട്ടായത് തന്നെയാണ്. ഇതിന് കുറച്ചൊരു പ്രശ്നമുണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്യുക. ഈ അടിഭാഗത്തുള്ള ഇല നമുക്ക് വേണ്ട, തണ്ട് അതൊക്കെ ഒഴിവാക്കുക. ഇല വെള്ളത്തിൽ മുങ്ങിക്കിടന്ന് അവിടുന്ന് ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതും ഇങ്ങനെ നമ്മളെന്ത് ചെയ്യുക, ഇങ്ങനെ നല്ല ചരിച്ചിട്ട് അതിൻ്റെ തൊലി പൊളിയാത്ത രീതിയിൽ നമ്മൾ മുക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ വേണ്ടത് ഈ സാഫ് പൗഡർ ഉണ്ടല്ലോ. ഇല്ലെങ്കിലും ഇതുണ്ടാവും കേട്ടോ. നമ്മൾ ഒരു ചെടിയും നശിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ ചെയ്യണത്. ഇത് ഒരു 2 മിനിറ്റ് ഇത് മുക്കി വെക്കുക. ഇതിൽ ആയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതിങ്ങനെ ഒന്ന് പൗഡർ ആയാൽ മതി. നമ്മൾ ഈ സാഫ് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ നല്ല ശ്രദ്ധിക്കണം. കാരണം ഇത് ഒരു കുമിൾനാശിനിയാണ്. ശരീരത്തിൻ്റെ ഉള്ളിൽ വന്നാൽ എന്താ സംഭവിക്കുകയെന്ന് ആർക്കും അറിയില്ല. എന്നിട്ട് നമുക്കൊരു ഗ്ലാസ്സാണ് വേണ്ടത്, ഒരു കുപ്പി ഗ്ലാസ്. എന്നിട്ട് നമ്മളതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. ഇത്ര മതിയാവും. എന്നിട്ട് നമ്മളിത് ഇതിൽ ഇങ്ങനെ മുക്കിയിടാം. ആ സാഫ് അതിൽ കലറുണ്ട്, നമുക്ക് കാണാതെ കളറായിട്ട് ഇതിൽ മുക്കിയിടാം.
ഇനി ഒരു 4 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് നല്ല വേര് വരും കേട്ടോ. വേര് വന്നിട്ട് അപ്പോൾ നമുക്കത് നല്ല വേര് വരണം. ഒരു 3-4 വേര് ഒരു ഒന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് പറിച്ച് നടാൻ പാടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് 4 ദിവസം കഴിഞ്ഞിട്ടുള്ള വളർച്ച എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കാരണം ഈ നമ്മളെ സബ്സ്ക്രൈബറെക്കാട്ടിലും കൂടുതലാണ് ആൾക്കാർ ഇത് കാണുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്. നിങ്ങളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെനിക്ക് വീഡിയോ എടുക്കാനൊരു പ്രചോദനമാവും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി 4 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ വളർച്ച എങ്ങനെയുണ്ടെന്ന് നോക്കാം. അങ്ങനെ നമ്മൾ ചെയ്ത് വെച്ച ഒരു പുതിനൻ്റെ തണ്ടുകളാണ് കേട്ടോ. പുതിന 2 ദിവസം കൊണ്ട് വേര് പിടിക്കും. ഇതിപ്പോൾ ഒരു 3 ദിവസമായി. ഇങ്ങനെ ഇത് കണ്ടോ, ഇതിൽ ഒക്കെ വേര് വന്നിട്ടുണ്ട്. പുതിയ വേര് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു 2 ദിവസം കൂടി ഇത് വെച്ചാൽ വേര് നല്ല നിറഞ്ഞിട്ട് നമുക്കത് മണ്ണിലേക്ക് പറിച്ച് വെക്കാം. പുതിനൊക്കെ ഒന്നും ചെയ്യണ്ട, അങ്ങനെയാണ് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. അല്ലാതെ നമ്മൾ നേരിട്ടത് മണ്ണിൽ പുതിന വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലതൊക്കെ പിടിക്കുള്ളൂ. നമുക്ക് ഈ ഇത്രയും തണ്ടുണ്ടെങ്കിൽ ഒരു വീട്ടിൽ ആവശ്യമായ പുതിന നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. ഇതിനൊക്കെ നിറച്ച് ഇതിൻ്റെ മുകൾഭാഗത്തൊക്കെ വേര് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇവിടെയൊക്കെ കണ്ടോ, നല്ല വേര് വന്നിട്ടുണ്ട്. ഇത് ആകെ 2 ദിവസമായി. 2 ദിവസം കൊണ്ട് വേര്, ഇത് 3 ദിവസമായി കേട്ടോ. 2 ദിവസം കൊണ്ട് ഇതിന് വേര് നന്നായിട്ട് വളർന്നു വെക്കും. ഇനി ഒരു 2-3 ദിവസം കൂടി വെള്ളത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഉഷാറായിട്ട് ഇത് വേര് പിടിച്ച് നമുക്ക് മണ്ണിലേക്ക് പറിച്ച് നടാം. ഇതിപ്പോൾ നമ്മൾ 4 ദിവസം കഴിഞ്ഞിട്ട് ഉള്ള ഒരു വീഡിയോ ആണ്. ഇത് തക്കാളി ഇവിടെ നല്ല വേര് വരുന്നുള്ളൂ. തക്കാളി ഇത് കണ്ട, തക്കാളിക്ക് ഇതിങ്ങനെ വേരിങ്ങനെ വന്നിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന് വിത്ത് വേണ്ട. ഇതിൻ്റെ ഈ കമ്പ് നട്ടിട്ട് ഇതിന് ഇതിങ്ങനെ കുഴിച്ചിട്ടാൽ മതി. ഇതിപ്പോൾ ഇത് കണ്ടോ, ഇതിലൊക്കെ പൂവൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ കുഴിച്ചിടുമ്പോൾ ആ പൂവൊക്കെ നുള്ളിക്കളയും. ഈ പുതിന വെള്ളത്തിൽ വെച്ചതാണ് ഇപ്പോൾ ഇത്. ഇതുണ്ട്, ഇത് നല്ല വേര് പിടിച്ചിട്ടുണ്ട്. ഇത് 4 ദിവസമായിട്ടുള്ളൂ. ഇത് ഒരു 3 ദിവസം കൊണ്ട് തന്നെ ഇതിന്മേൽ വേര് മുളക്കാൻ തുടങ്ങും കേട്ടോ. പുതിനപ്പോൾ നമ്മൾ ഇത് മണ്ണിൽ കുഴിച്ചിടാനുള്ള പരിപാടിയാണ്. പുതിന നമ്മൾ ഓരോന്ന് മണ്ണിൽ വെക്കുകയാണ്. ഇങ്ങനെ നമ്മൾ വിരലായിട്ടൊന്ന് ഇങ്ങനെ ഓട്ടി കൊടുത്താൽ മതി. മണ്ണിൽ ലൂസായ മണ്ണല്ലേ. നമ്മൾ മണ്ണിൽ വലിയ വളമൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ അങ്ങനെയുണ്ട് നടുകയാണ്. എന്നിട്ട് നമ്മളിത് പിടിക്കുന്നതിനനുസരിച്ച് നമ്മളിതിൽ വളം ഇട്ട് കൊടുക്കും. മണ്ണിൽ ഒക്കെ നല്ല വേര് വന്നിട്ടുണ്ട്. ക്യാമറ പിടിക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടിങ്ങനുണ്ട് നടാൻ. ഇതിനും വന്നിട്ടുണ്ട് കേട്ടോ വേര്. ഇതിന് ചെറിയൊരു വേര് വന്നിട്ടുള്ളൂ, ഒറ്റ വേരുള്ളൂ. അല്ല അതൊക്കെ ഉണ്ടാവും ശരിക്ക്. അത് നടൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം.
ഈ കപ്പിലുള്ള വെള്ളം തന്നെ കുറച്ചുകൂടി വെള്ളം കൂടി കൊടുത്തിട്ട് ഒഴിച്ചു കൊടുക്കും. അതിനൊക്കെ നല്ല വെള്ളം എപ്പോഴും വേണം കേട്ടോ. നല്ല ഡ്രൈ ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഇത് വളരും. നല്ല ഇടക്ക് 2 പ്രാവശ്യം ഒരു ദിവസം വെള്ളം ഒഴിച്ച് കൊടുക്കണം. തക്കാളി ഇനി നമ്മൾ ഇത് വേര് വന്ന് പിടിച്ചാവണുള്ളൂ. ഒരു 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് നമുക്ക് നടാൻ പറ്റുള്ളൂ. നല്ല വേര് പിടിച്ചില്ലെങ്കിൽ ഇത് ഉണങ്ങിപ്പോവും. അപ്പോൾ നമ്മൾ 5 ദിവസം മുൻപ് ചെയ്ത് വെച്ച തക്കാളിൻ്റെ ചെറിയ കൊമ്പുകളാണത്. അപ്പോൾ അത് ഇങ്ങനെ ആയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. നല്ല വേര് വന്നിട്ടുണ്ട്, നല്ലോണം വേര് വന്നിട്ടുണ്ട്. ഈ ഒന്നിന് കുറഞ്ഞ വേര് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഒരു തക്കാളി ഇപ്പോൾ ഈ വലിയ വേരുള്ളത് നമുക്ക് കുറച്ച് നടാനായിട്ടുണ്ട്. കുറച്ച് നടല്ല, നമുക്ക് മണ്ണിൽ വെക്കാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് വിത്ത് വേണ്ട എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അപ്പോൾ നമുക്കിനി ഇപ്പോൾ അത് നടണ രീതിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് കണ്ട നല്ല വേര് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഉഷാറായിട്ട് വേര് വന്നിട്ടുണ്ട്. ശരിക്കും 2 എണ്ണം നടാനായിട്ടുണ്ട്. അത് ഒരു ദിവസം കഴിഞ്ഞിട്ട് നടാന്നുള്ളത്. ഇതിൻ്റെ പ്രശ്നം എന്താ അറിയില്ല, വേര് കുറഞ്ഞ ഇതില വരണമെന്ന്. 2 വന്നിട്ടുണ്ട്, 3 വന്നിട്ടുണ്ട് വേര്. പക്ഷേ ഇത് കുറച്ച് വളർച്ച കൂടുതലാണ്. അത് വലിയ തണ്ടായതുകൊണ്ടാവും തോന്നുന്നു. നമ്മൾ നടാൻ പോവാണ് കേട്ടോ. വേര് നല്ല വന്നിട്ട് ഈ 1 നടണത്, ബാക്കി 2 അവിടെ ഉണ്ട്. ഇത് ഗ്രോ ബാഗിലാണ് നടണത്. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കുറച്ച് ചകിരിച്ചോറ് എടുക്കുക. ആദ്യം ഇവിടെ അങ്ങനെ മണ്ണ് മാറ്റിയിട്ട് അതിൽ കുറച്ച് ചകിരിച്ചോറ് ആദ്യം ഇടാം. ഇത് ഞാൻ കഴുകി വെള്ളത്തിലിട്ട് കഴുകിയിട്ട് വെച്ചിട്ട് ഉണങ്ങിയതാണ് കേട്ടോ. ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഇതിൽ വെക്കുക. ഈ ചകിരിൻ്റെ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് വേര് പിടിക്കാൻ നല്ല സഹായമായിട്ടാണ്. വേര് നശിച്ച് പോകുന്നില്ല. ഒരു വേരും ഇല്ലാതെ നല്ലൊരു പിടിച്ച് അല്ലാതെ വെറും നമ്മൾ പറ്റ മണ്ണിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മളൊന്ന് ഉറപ്പിച്ച് കുറച്ച് കുറച്ച് മുകളിൽ മണ്ണ് വേകും, അല്ലാതെ മണ്ണ് വേകരുത്. നമ്മൾ ഒന്ന് നിൽക്കാൻ പാകത്തിനുള്ള മണ്ണ് ഇടാൻ പാടില്ല. ഇങ്ങനെ വേണ്ട. ഇനി നമ്മൾ കുറച്ച് നനച്ച് കൊടുക്കണം കേട്ടോ. കുറഞ്ഞൊരു നനച്ച് കൊടുക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഈ വീഡിയോ ഒരുപാട് നാളത്തെ ഒരു പരിശ്രമം കൊണ്ടാണിത്. വേര് പിടിപ്പിക്കലും അത് എല്ലാം 4-5 ദിവസം എനിക്കിട്ട് ചെയ്തതാണിത്. നമ്മൾ കുറച്ച് വെള്ളം ഇടയ്ക്കൊന്ന് നനച്ച് കൊടുക്കണം കേട്ടോ. ഒരു ദിവസം 2-3 പ്രാവശ്യം നനച്ച് കൊടുക്കണം. പിന്നെ മഴ ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അങ്ങനെ നനച്ചില്ലെങ്കിൽ ഇലകൾ വാടി വീഴാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. നമസ്കാരം.